ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് 11 ചാപ്റ്റർ 3 കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന പാഠത്തിലെ ആദ്യത്തെ പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ എന്തൊക്കെയാണ് ആ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്? ഓക്കെ, ആദ്യം ആ കമ്പ്യൂട്ടർ ഡാറ്റ ഇൻപുട്ടായിട്ട് എടുക്കും. ഓക്കെ, അക്സെപ്റ്റ് ദ ഡാറ്റ. എന്നിട്ട് ആ ഡാറ്റനെ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ കുറച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ആ ഒരു ഇൻപുട്ടിനെ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വേറൊരു ഒരു യൂണിറ്റ് ആക്കും ആ ഇൻപുട്ടിനെ. എന്നിട്ട് ആ കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, അതാണ് ഇൻഫർമേഷൻ, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ അത് ഔട്ട്പുട്ടിലോട്ട് എന്ത് ചെയ്യും, കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇൻപുട്ട്, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോസസ്സിങ് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, ആ ഇൻപുട്ടിൽ വർക്ക് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഒരു കമ്പ്യൂട്ടറിന്റെ രണ്ട് മെയിൻ കോമ്പോണൻസ് ഉണ്ട്. ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും. ഓക്കെ, അതാണ് ഹാർഡ്വെയർ. അപ്പോൾ ഫിസിക്കൽ പാർട്സ് ആണ് കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ പാർട്സ് ആണ് ഹാർഡ്വെയർ. അത് CPU, കീബോർഡ്, മോണിറ്റർ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. സോഫ്റ്റ്വെയറിന് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് ഹാർഡ്വെയർ വാട്ട് ടു ഡു. സോഫ്റ്റ്വെയർ നമുക്ക് തൊടാൻ പറ്റില്ല, കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്, കുറച്ച് പ്രോഗ്രാമാണ്. ഈ കൊടുത്ത കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസ് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്താണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർഡ്വെയർസിനെ എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ ചേർന്നിട്ടാണ് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഫങ്ഷണൽ ആക്കുന്നത്, അല്ലെങ്കിൽ ആ, ഒരു പ്രവർത്തിക്കാൻ ഒരു പ്രവർത്തിക്കുന്ന രൂപമാക്കി മാറ്റുന്നത്. ഓക്കെ, ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചേർന്നിട്ട്. അടുത്തതാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പോൾ ഡാറ്റ പ്രോസസ്സിങ്ങിൽ എന്താ, റോ ഡാറ്റ ആയിരിക്കും, ഫാക്ട്സ്. ഇപ്പൊ ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. എന്തൊരു വസ്തുവും ഭൂമിയിലെ എന്തൊരു എൻറ്റിറ്റിയും ഒരു ഡാറ്റയാണ്. ഓക്കെ, അത് ഇപ്പോൾ ഒരു പ്രായം, ഒരു 23 വയസ്സ്. ഓക്കെ, വയസ്സെന്നല്ല, വെറും 23 പറഞ്ഞാൽ അതൊരു ഡാറ്റയാണ്. ഓക്കെ, ഒരാളുടെ പേര്, അതൊരു ഡാറ്റയാണ്. ഓക്കെ, പക്ഷെ ആ ഡാറ്റ ഇതൊക്കെ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ 35 പറയുന്നത് എന്താണ്, വയസ്സാണോ അല്ലെങ്കിൽ മാർക്കാണോ? ഓക്കെ, അല്ലെങ്കിൽ ചുമ്മാ ഒരു നമ്പർ ആണോ? അത് നമുക്കറിയില്ല. അങ്ങനെ അറിയുന്ന രീതിയിലാണ് ആ ഡാറ്റ ആക്കുന്നതെങ്കിൽ അതിന് ഇൻഫർമേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ ഈസ് ദ മീനിങ് ഫുൾ ഫോം ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഡാറ്റയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റാസ് എടുക്കുക. ഓക്കെ, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിന്ന് യൂസ്ഫുൾ ആയിട്ട് ഡാറ്റ എടുക്കുന്ന ഡാറ്റാസ് ആണ് ഇൻഫർമേഷൻ. ഓക്കെ, അതെന്തിനാണ് ആ ഇൻഫർമേഷൻ? നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡാറ്റ പ്രോസസ്സിംഗ് റിഫേഴ്സ് ടു ഓൾ ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു ടേൺ റോ ഡാറ്റ ഇൻ ടു എ യൂസ്ഫുൾ ഇൻഫർമേഷൻ. അപ്പൊ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു റോ ഡാറ്റ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു ഡാറ്റ, കുറേ ഡാറ്റ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അതിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റ എടുക്കണം. അതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് നമ്മളുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യാനുള്ള സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഡാറ്റ ക്യാപ്ചറിങ് അല്ലെങ്കിൽ ക്യാപ്ചറിങ് ഡാറ്റ. ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സ്രോതസ്സിൽ നിന്നിട്ട് നമ്മൾ റോ ഡാറ്റാസ് അല്ലെങ്കിൽ റോ ഫാക്ട്സ് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അത് എവിടെ നിന്നല്ല, ഇപ്പൊ എക്സൽ ഷീറ്റിൽ നിന്നായാലും ശരി, അല്ലെങ്കിൽ ഒരു ഡാറ്റാ ബേസ് എന്നോ. ഓക്കെ, ഇതിപ്പോ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അറ്റൻഡൻസ് രജിസ്റ്റർ നിന്നിട്ട് നമ്മൾ റോ ഡാറ്റ എടുക്കുന്നു. ഓക്കെ, പിന്നെ ആ റോ ഡാറ്റ ഉദ്ദേശിച്ചത് ആ ഡാറ്റയിൽ എന്തും ഉണ്ടാവാം. മീൻസ് ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ കുട്ടികളുടെ പേര്, അറ്റൻഡൻസ്, ഡേറ്റ്, പിന്നെ സിഗ്നേച്ചർ, കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ? അപ്പോൾ ആ റോ ഡാറ്റ അതിൽ നമുക്ക് ചിലപ്പോൾ സിഗ്നേച്ചർ ആവശ്യമേ വരില്ല, പക്ഷെ അതൊക്കെ നമ്മൾ എടുക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ, ഓക്കെ, ക്യാപ്ചറിങ് ഡാറ്റയിൽ. അപ്പോൾ എക്സാമ്പിൾ, മാർക്ക് ഓഫ് ദ സ്റ്റുഡൻസ് എൻറ്റേർഡ് ഇൻ ടു ദ സിസ്റ്റം. ഓക്കെ, കുട്ടികളുടെ മാർക്ക് എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്.
അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റെപ്പാണ് ഡാറ്റ പ്രോസസ്സിങ്. പിന്നെ അടുത്ത സ്റ്റേജാണ് ഇൻപുട്ട്. അപ്പോൾ എൻ്ററിങ് ദ ക്യാപ്ചേർഡ് ഡാറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ യൂസിങ് ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്തു അല്ലേ. അപ്പോൾ ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രജിസ്റ്ററിലാണ് എന്തുള്ളത്, അറ്റൻഡൻസ്, മറ്റേ കുട്ടികളുടെ മാർക്ക്, ഇപ്പോൾ മാർക്ക് ഷീറ്റ് പേപ്പറിലുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡിലുണ്ടെങ്കിൽ ഇത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്തോട്ടാക്കണം. ഉം. ആ കമ്പ്യൂട്ടറിൻ്റെ അകത്തോട്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഇൻപുട്ട് യൂണിറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് എന്തെങ്കിലും വേണം, കീബോർഡോ മൗസോ സ്കാനറോ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റ അകത്തോട്ട് ഇടുന്നു. പിന്നെ അപ്പോൾ എന്താ ചെയ്യുക, എൻ്ററിങ് മാർക്സ് ത്രൂ കീബോർഡ് വഴി എന്ത് ചെയ്യുന്നു, മാർക്ക് എൻ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റോറേജ്. ഡാറ്റ ഈസ് സേവ്ഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ബിഫോർ പ്രോസസ്സിങ്. അപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഡാറ്റനെ എവിടെയെങ്കിലും എടുത്തു വെക്കണം കമ്പ്യൂട്ടറിൻ്റെ അകത്ത്. ഓക്കെ, അതാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരം സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് റാം ആണ്, പിന്നെ റോമും ഉണ്ട്. സെക്കൻഡറി പറയുന്നത് ഹാർഡ് ഡിസ്ക്, CD, USB. ഓക്കെ, അപ്പോൾ ടെമ്പററി സ്റ്റോറേജ് എന്ന് പറയുന്നത് റാം ആണ്. ടെമ്പററി സ്റ്റോറേജ് അല്ലെങ്കിൽ വോളറ്റൈൽ സ്റ്റോറേജ് പറയുന്ന കാരണം ഇത് പെർമനന്റ് ആയിട്ട് റാമിൽ ഒരു ഡാറ്റയും വെക്കില്ല. അത് ടൈം ടൈം പീരീഡ് അനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ വോളറ്റൈൽ യൂണിറ്റ് ആണ്, ഒരു വോളറ്റൈൽ മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. പെർമനന്റ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക്, അത് പെർമനന്റ് ആയിരിക്കും, വെറുതെ മാറിപ്പോവില്ല ഡാറ്റ, മനസ്സിലായോ. അപ്പോൾ ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ഡിലീറ്റ് ആക്കാത്തിരിക്കുന്നത് വരെ അതെന്ത് ചെയ്യും, ആ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ അടുത്തതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റനെ CPU അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് എടുത്തിട്ട് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക. കുട്ടികളുടെ മാർക്കാണ് എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ സ്റ്റോർ ആയിരിക്കുന്നത് അല്ലേ. അതിലെന്ത് ചെയ്യുക, ആവറേജ് കാണുക, ഗ്രേഡ് കണ്ടെത്തുക, മനസ്സിലായോ, ആ മാർക്കിൽ നിന്നിട്ട്. അപ്പോൾ അത് കണ്ടോ, ഇതിൽ എക്സാമ്പിൾ നോക്കുക, സോർട്ടിങ് ദ നെയിംസ്, ഇതൊരു CPU ചെയ്യുന്ന പെർഫോമൻസ് ആണ്. പിന്നെ ആഡിങ് ടോട്ടൽ. ഓക്കെ, പിന്നെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് പ്രോസസ്സിംഗ് എന്ന് വരുന്നത്. ഈ ഇഷ്ടം പോലെ പ്രോസസ്സിംഗ് ഉണ്ട്, ഇത് ആകെ എക്സാമ്പിൾ പറഞ്ഞാൽ 3 ഓക്കെ, പിന്നെ ഔട്ട്പുട്ട്. ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റ ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്ത് സോർട്ട് ചെയ്തു ആ മാർക്ക് ലിസ്റ്റ് പേരനുസരിച്ചിട്ട്. ഓക്കെ, സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലേ, മനസ്സിലായി. ഒരു റിസൾട്ട് കിട്ടി. ഈ റിസൾട്ടിന് എന്ത് ചെയ്യണം, പുറത്ത് ഒരു വ്യൂവറിനെ കാണിച്ചു കൊടുക്കണം. അതിലാണ് ഔട്ട്പുട്ട് യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും, ഈ പ്രോസസ്ഡ് ഡാറ്റനെ ഒരു റീഡബിൾ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തെടുത്ത് തരും. അതിനുള്ള ഡിവൈസ്, ഈ ഔട്ട്പുട്ട് യൂണിറ്റിനുള്ള ഡിവൈസ് ആണ് മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ ഒക്കെ. ഓക്കെ, പിന്നെ അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണ്. ഔട്ട്പുട്ട് യൂണിറ്റ് കിട്ടിയിട്ട് മാത്രം പോരാ, ഇപ്പൊ നമുക്ക് മാത്രം കണ്ടാൽ പോരാ, അത് ഇപ്പൊ കുട്ടികൾക്കും കാണണം അല്ലെ. അപ്പോൾ ഇപ്പൊ ഞാനാണ്, ഇപ്പൊ ഒരു സ്റ്റാഫ് ചെയ്തു എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് സ്റ്റാഫിന് മാത്രം കണ്ടാൽ പോരാ, അത് കുട്ടികൾക്ക് അറിയണം റിസൾട്ട് എന്ത് കിട്ടി പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ചെയ്ത് പ്രോസസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മീൻസ് കണക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന്, എല്ലാവർക്കും അല്ല, അങ്ങനെയുള്ള ആ ഒരു ഡാറ്റനെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയും കൊടുക്കാം, അല്ലെങ്കിൽ പബ്ലിക് ആണെങ്കിൽ പബ്ലിക്കും കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ താഴെ സിമ്പിൾ ടേംസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റോ ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ടിലേക്ക് കൊടുക്കും, ഇൻപുട്ട് യൂണിറ്റിൽ. എന്നിട്ട് CPU എന്ത് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്യും, ഒരു ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് കൊടുക്കും, മനസ്സിലായോ, ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഈ ഔട്ട്പുട്ട് യൂണിറ്റിലുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇൻഫർമേഷന്. ഓക്കെ, അടുത്തതാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ ഫങ്ഷണൽ യൂണിറ്റ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, പിന്നെന്താ, പ്രോസസ്സിങ് കാര്യങ്ങൾ. അപ്പം അതൊക്കെയാണ് ഫങ്ഷണൽ യൂണിറ്റ്, അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീൻസ് അതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഫോളോ ചെയ്യുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഈ ബേസിസിലാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമാണ് ഇൻപുട്ട് യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
ഡാറ്റാസ് CPU-ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് യൂസറിൽ നിന്ന് കളക്ട് ചെയ്യും. ഓക്കെ. അതാണ് ഇൻപുട്ട് യൂണിറ്റിന്റെ ജോലി. അപ്പോൾ ഓരോ യൂണിറ്റിനും ഓരോ ജോലിയാണ്. എന്നുവെച്ചാൽ ആ ഒരു ജോലിയാണെങ്കിൽ അത് വൃത്തിക്ക് ചെയ്യണം. ഓക്കെ. അങ്ങനത്തെ ജോലികളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ പറയുന്നത് ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും, ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, CPU ഉണ്ടാവും, പിന്നെ മെമ്മറി ഉണ്ടാവും, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും? CPU-ന് ഡാറ്റ കൊടുക്കണമെങ്കിൽ അത് ഡാറ്റനെ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആ ഡാറ്റ ഇൻപുട്ട് യൂണിറ്റ് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഡാറ്റനെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇംഗ്ലീഷ് ഒന്നും കമ്പ്യൂട്ടർ മനസ്സിലാവും. ശരിക്കും കമ്പ്യൂട്ടറിന് 1 and 0 അല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് എന്ത് ചെയ്യും? ഇൻപുട്ട് യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? ഡാറ്റ അക്സെപ്റ്റ് ചെയ്തു. ആ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തിട്ട് ആ CPU-ന് എന്ത് ചെയ്യും? കൊടുക്കും. ഈ ഡാറ്റനെ എന്ത് ചെയ്യാൻ? പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഓരോ കീ കണ്ടോ കീബോർഡിൽ, അതിൽ അമർത്തുമ്പോൾ കമ്പ്യൂട്ടറിന് പോകുന്നത് എന്റെ ആസ്കി ആണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് അറിയുന്നില്ല. നമ്മൾ കണ്ടിട്ട് ആ ബട്ടൺ അമർത്തുകയാണ്. അപ്പോൾ ശരിക്കും കീബോർഡ് വഴി അമർത്തുമ്പോൾ ആ ഇൻപുട്ട് യൂണിറ്റ് തന്നെ പ്രോസസ്സ് ചെയ്യും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ. എന്നിട്ട് CPU-നോട്ട് കൊടുക്കും. അടുത്തതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുക? കമ്പ്യൂട്ടറിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നത്, മറ്റ് യൂണിറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻസ് നിലനിർത്തുന്നത്. ഓക്കെ. അപ്പോൾ CPU-ലുള്ള കോമ്പോണൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, പിന്നെ രജിസ്റ്റേഴ്സ്. ഓക്കെ. അപ്പോൾ CPU എന്ന് വെച്ചാൽ CPU മാത്രമല്ല, അതിൻ്റെ അകത്ത് സബ് യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ. ഒരു ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട്. അപ്പോൾ CPU-ൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. പിന്നെ നമ്മുടെ കമ്പാരിസൺ പോലെ. ഓക്കെ. അതാണ് ലോജിക് ഓപ്പറേഷൻ. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ വേറൊരു കൺട്രോൾ ഫ്ലോ, ലെസ് ദാൻ ആണെങ്കിൽ വേറെ കൺട്രോൾ ഫ്ലോ എന്ന രീതിയിലൊക്കെ റിസൾട്ട് ചെയ്യുന്നത് ALU ആണ്. പിന്നെ പിന്നെന്താ ചെയ്യുന്നത്? ഡാറ്റ റിട്രീവലിന് വേണ്ടിയിട്ട് എന്താണ് സ്റ്റോറേജ് യൂണിറ്റിന്റെ അടുത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. കാരണം സ്റ്റോറേജ് യൂണിറ്റ് മീൻസ് മെമ്മറിയായിട്ട് ഭയങ്കര അടുത്തായിരിക്കും ഈ യൂണിറ്റുകളൊക്കെ. ഓക്കെ. കാരണം പെട്ടെന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ, റിട്രീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്തതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. സിഗ്നൽസ് ഇൻ ദ കേസ് ഈ ഓരോ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ ഏതൊക്കെ യൂണിറ്റുകളാണ് ചെയ്യേണ്ടത് ആ ഒരു CPU-ന്റെ അകത്ത്, മനസ്സിലായോ? ഹാർഡ്വെയറിന്റെ അകത്ത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷനെ സിഗ്നൽസ് രൂപത്തിലാക്കാം. അല്ലെ ആ ഹാർഡ്വെയറിന് മനസ്സിലാവുന്ന രീതി, ഹാർഡ്വെയറിന് അറിയുന്നത് 1 and 0 ആണ്. ആ രൂപത്തിലാക്കിയിട്ട് വേണ്ട യൂണിറ്റ്സ് CPU കോമ്പോണൻസിന്റെ അടുത്ത് എന്ത് ചെയ്യുക? നീ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, ഇന്ന ജോലിയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോഴാണ് യൂസറിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതാണ് രജിസ്റ്റർ. രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മെമ്മറി യൂണിറ്റ്സ് ആണ്. മീൻസ് ഇതും സ്റ്റോറേജ് യൂണിറ്റ് ആണ്. പക്ഷേ ഈ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആണ്. പിന്നെ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ ഇതുണ്ടാവില്ല, സ്പേസ് ഉണ്ടാവില്ല. നമുക്ക് ലാർജ് ഡാറ്റ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, സ്മോൾ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. എന്നിട്ട് ഇതില് ടെമ്പററി ആയിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത നിമിഷം ഇത് പോകും ഈ ഡാറ്റ. അങ്ങനത്തെ ഡാറ്റാസ് ആയിരിക്കും ഈ രജിസ്റ്ററിൽ വെക്കുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഒക്കെ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു 4 ഡിജിറ്റ് നമ്പർ 5 ഡിജിറ്റ് നമ്പറുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സ്റ്റെപ്സ് കുറച്ചുണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്യാൻ, ആഡ് ചെയ്യാൻ, പാർഷ്യൽ അഡീഷൻ ഒക്കെ. അപ്പൊ അങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ രജിസ്റ്റർ യൂസ് ചെയ്യും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? ആ ഡാറ്റാസ് ഒക്കെ പോകും. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ വീണ്ടും ഈ രജിസ്റ്റർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ രജിസ്റ്ററിലത്തെ ഡാറ്റ എന്ത് ചെയ്യും? നമ്മൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ് ആണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MBR മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ എന്ന ടൈപ്പ് ഒക്കെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് എത്തി. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഒരു
സ്ഥലത്തിൽ എന്ത് ചെയ്യുക, ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എടുത്ത് വെക്കുക. അതിനാണ് സ്റ്റോറേജ് യൂണിറ്റിന്റെ റെസ്പോൺസിബിൾ. മനസ്സിലായോ? അത് പ്രിസർവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ സ്റ്റോറേജ് യൂണിറ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. പിന്നെ ഇന്റർമീഡിയറ്റ് റിസൾട്ട്, ഫൈനൽ റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ കുറച്ച് ചെറിയ ചെറിയ റിസൾട്ടൊക്കെ കിട്ടും, അതൊക്കെ സ്റ്റോർ ചെയ്യുക. ഈ ചെറിയ ചെറിയ റിസൾട്ടൊക്കെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഫൈനൽ റിസൾട്ടിലോട്ട് എത്തേണ്ടത്. ഓക്കെ, ആ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കും. പിന്നെ എന്ത് ചെയ്യുക, ഫൈനൽ റിസൾട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുന്നതിന് മുന്നും സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് സ്റ്റോറേജ് യൂണിറ്റിന്റെ ഫങ്ഷൻസ്. ഇപ്പോൾ രണ്ട് തരം സ്റ്റോറേജ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ ഇതിന് ടൈപ്സും ഉണ്ട്. സെക്കൻഡറി സ്റ്റോറേജിന് പ്രൈമറി സ്റ്റോറേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രൈമറി സ്റ്റോറേജിൽ റാം ഉണ്ട്, റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇത് ടെമ്പററി മെമ്മറിയാണ്. പിന്നെ ഫാസ്റ്റും ആണ്. പിന്നെ വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയാൽ ഇതിലുള്ള ഡാറ്റ പോകും. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ടെമ്പററി ആയിട്ടായിരിക്കും വരിക. ഓക്കെ, എല്ലാ പ്രോഗ്രാം അല്ലെങ്കിൽ എന്തൊരു സിനിമ കാണുന്നത് പോലും റാമിൽ ഓടിയിട്ടാണ് നമ്മളത് കാണുന്നത്. ഓക്കെ, അപ്പോൾ റാം എന്ന് പറയുന്നതാണ് ശരിക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്ന മെമ്മറി. ഓക്കെ, പിന്നെ ഇപ്പോൾ കറണ്ടായിട്ട് എന്താണോ റൺ ചെയ്യുന്ന പ്രോഗ്രാം അതായിരിക്കും റാമിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, പിന്നെ റോം എന്ന് പറയുന്നത് ഇത് പെർമനന്റ് മെമ്മറിയാണ്. ഇതിൻ്റെ അകത്തുള്ള ഡാറ്റ നോൺ വോളറ്റൈൽ ആണ്. ഇതും പ്രൈമറി ഡിവൈസ് തന്നെയാണ്, പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് തന്നെയാണ്. പിന്നെ നോൺ വോളറ്റൈൽ മെമ്മറി ആയിരിക്കും ഇതിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ കറണ്ട് പോയാലും ഡാറ്റ അതേപോലെ ഉണ്ടാവും, അതിലുള്ള ഡാറ്റ വീണ്ടും തിരിച്ചു കിട്ടും. ഓക്കെ, പിന്നെ ഇത് ബയോസ് ഒക്കെ ആയിരിക്കും ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഇപ്പോൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് എങ്ങനെ ഓൺ ചെയ്യണം എന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആ ഒരു റോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് റോം ഉണ്ട്. പി റോം, പ്രോഗ്രാമബിൾ റോം ഉണ്ട്. ഇ പി റോം, എറൈസബിൾ പ്രോഗ്രാമബിൾ റോം ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റോം ഉണ്ട്. അപ്പോൾ ഈറ്റങ്ങൾക്കൊക്കെ ഓരോ എന്തുണ്ട്, ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റോമിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഒരിക്കൽ നമ്മൾ പ്രോഗ്രാം ചെയ്താൽ പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ പി റോം, സോറി, പ്രോഗ്രാമബിൾ റോം. പിന്നെ എറൈസബിൾ പ്രോഗ്രാമബിൾ റോം എന്ന് വെച്ചാൽ നമുക്ക് ഒരു തവണ എന്ത് ചെയ്യുക, യു വി ലൈറ്റ് വെച്ചിട്ട് എറൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇലക്ട്രിക്കൽ എറൈസബിൾ റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിൽ വേണ്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, എറൈസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാം. ആ ഒരു രീതിയാണ് ഈ ഇ പി റോമിൽ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ഉണ്ടാവും. ഡാറ്റ പെർമനന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഹാർഡ് ഡിസ്ക്, സി ഡി, പെൻ ഡ്രൈവ്. ഇതെല്ലാം നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നതാണ് അല്ലേ. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നതാണ് അടുത്ത ഒരു യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ് ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഡാറ്റനെ ഹ്യൂമൻ റീഡബിൾ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അതെ പ്രിന്റബിൾ രൂപത്തിലാക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ. അപ്പൊ നമുക്കിത് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് അല്ലേ. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, സി പി യു നിന്നിട്ട് റിസൾട്ട് റിസീവ് ചെയ്യും, എന്നിട്ട് ഹ്യൂമൻ റീഡബിൾ ഫോം ആകും. സി പി യു നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന, കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷയിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. അതിനെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ റിസൾട്ട് ഔട്ട്സൈഡ് വേൾഡിന് സപ്ലൈ ചെയ്യും. അടുത്ത ഹാർഡ്വെയർ എന്താണ്? ഓക്കെ, അടുത്ത യൂണിറ്റ് ആണ് ഹാർഡ്വെയർ. നമുക്ക് ഹാർഡ്വെയർ എന്ന് പറയുന്നത് തൊടാനോ അല്ലെങ്കിൽ ടച്ച് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ്സ് ആണ് ഹാർഡ്വെയർ. ഓക്കെ, അതിലൊന്നാണ് പ്രോസസ്സർ. പ്രോസസ്സർ എന്ന് പറയുന്നത് സി പി യു ചിപ്പാണ്. അപ്പോൾ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സർ ആണ്. ഇതിൽ മില്യൺസ് ഓഫ് ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, സർക്യൂട്ട്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ് ഇങ്ങനെയൊക്കെ ഉണ്ട്: ഇന്റല്, i3, i5, i7, AMD കോർ, ക്വാഡ് കോർ, അതൊക്കെയാണ് എക്സാമ്പിൾസ്. പിന്നെ പെർഫോമൻസ് ഓഫ് ദ സി പി യു ഡിറ്റർമൈൻസ് ദ സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇപ്പോൾ സി പി യുവിന്റെ സ്പീഡ് അല്ലെങ്കിൽ സി പി യുവിന്റെ പെർഫോമൻസ്, സി പി യുവിന്റെ ഡിസൈന് ഇപ്പോൾ i3-നേക്കാളും സ്പീഡാണ് i5-ന്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള പെർഫോമൻസ്, ഡിസൈൻ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യും കമ്പ്യൂട്ടറിന്റെ സ്പീഡ്. പിന്നെ
സി പി യുയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് പറഞ്ഞു ചെറിയ മെമ്മറി യൂണിറ്റ്സ് ആണ്. അത് ഫാസ്റ്റ് ആണ്, ടെമ്പററി ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അക്യുമുലേറ്റർ ആണ് ഒരു രജിസ്റ്റർ. അത് സ്റ്റോർ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആയിരിക്കും. പിന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറിയിലുള്ള അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ആണ്. പിന്നെ മെമ്മറി ബഫർ രജിസ്റ്റർ. ഒരു ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി രജിസ്റ്റർ ആണ്, ടെമ്പററി മെമ്മറിയാണ്. ഈ മെമ്മറി നമുക്ക് ഈ മെമ്മറിയിലായിരിക്കും കാൽക്കുലേഷൻസ് ആദ്യം ചെയ്യുക. എന്നിട്ട് ഇതിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, മെയിൻ മെമ്മറിയിലോട്ട് ഇതിനെ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെമ്പററി രജിസ്റ്ററാണ് MBR. പിന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ. പിന്നെ പ്രോഗ്രാം കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസിന്റെ എത്രാമത്തെ ലൈനിലാണ് അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് അത് സ്റ്റോർ ചെയ്തിരിക്കും. ഓക്കെ, ഏത് കറണ്ട് ഇൻസ്ട്രക്ഷൻ നിന്നിട്ട് അടുത്ത ഇൻസ്ട്രക്ഷനിലോട്ട് ഉള്ള അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അടുത്തതാണ് മദർ ബോർഡ് എന്ന് പറയുന്നത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. ഇപ്പോൾ കുറെ കമ്പ്യൂട്ടർ കോമ്പോണൻസ് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മദർ ബോർഡ്. അപ്പോൾ കാരണം ഈ മദർ ബോർഡിലുള്ള ഡിവൈസസ് എല്ലാം പെട്ടെന്ന് ഡാമേജ് ആവും എക്സ്റ്റേണൽ ഇന്റർഫറൻസ് കാരണം. അപ്പോൾ അതാവാണ്ടിരിക്കാനും പിന്നെ എല്ലാ കോമ്പോണൻസും ഒന്ന് അടുത്തടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാനുമാണ് മദർ ബോർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കുറെ സ്ലോട്ട്സ് ഉണ്ട്. മദർ ബോർഡിൻ്റെ അകത്ത് CPU, RAM, ഗ്രാഫിക് കാർഡിന്റെ സ്ലോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഓരോ സ്ലോട്ടിനും ഓരോ ഇലക്ട്രോണിക് കോമ്പോണന്റ് നമുക്ക് വെക്കാം. ഓക്കെ, പിന്നെ അടുത്തതാണ് പെരിഫറൽ ആൻഡ് പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്സ്, അതാണ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അതന്നെ പെരിഫറൽസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവൈസസ് ആണ്, ലൈക്ക് സ്റ്റോറേജ് യൂണിറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്. പോർട്സ് എന്ന് പറയുന്നത് മദർ ബോർഡിൽ ഉണ്ടാകുന്ന സ്ലോട്ട്സ് ആണ്. അതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഡിവൈസസ്, ഇപ്പോൾ മോണിറ്റർ ആയാലും USB ഡ്രൈവ് ആയാലും എതർനെറ്റ് കേബിൾ ആയാലും എന്ത് ചെയ്യാം, നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് മെമ്മറിയാണ്, അടുത്ത ഹാർഡ്വെയർ യൂണിറ്റ്. ഈ മെമ്മറിയിൽ പറയുന്നത് ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷൻ ആണ്. ഒരു ബിറ്റ് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 0, സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ചേർന്നിട്ടാണ്. 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ് ചേർന്നിട്ട്. 1 MB എന്ന് പറയുന്നത് 1024 KB ചേർന്നിട്ട്. പിന്നെ എല്ലാം അതിന്റെ മേലെ ഉള്ളതിന്റെ 1024 ആണ്. ഓക്കെ, ഇപ്പൊ 1 TB എടുത്ത 1024 GB. ഓക്കെ, ഇപ്പൊ 2:10 ആണ് കണക്ക്. ഒരു 1 TB എന്ന് പറയുന്നത് 2:10 GB. അങ്ങനെയാണ് ചെയ്യാം. പിന്നെ അടുത്തതാണ് റാമും റോമിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. റാം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്, റോം സ്ലോവർ ആണ്. പിന്നെ റാം വോളറ്റൈൽ ആണ്, റോം നോൺ വോളറ്റൈൽ ആണ്. എന്ന് വെച്ചാൽ കറണ്ട് പോയാലും ഡാറ്റ ലോസ്റ്റ് ആവില്ല. റാമിൽ ലോസ് ആവും. പിന്നെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർസ് OS, ആപ്സ്, കറണ്ട് ഡാറ്റ. ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ OS എപ്പോഴും യൂസ് ചെയ്യും അല്ലെ, നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ടായ OS സ്റ്റാർട്ടായി. അങ്ങനെയാണ് OSന് അപ്പോൾ എപ്പോഴും റാമിൽ ഒരു സ്ഥലം ഉണ്ടാവും. ആപ്സ്, ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ആപ്പ്, പിന്നെ ബയോസ്, സ്റ്റോറേജ് യൂണിറ്റ്, അതാണ് റോമിൽ സ്റ്റോർ ചെയ്യുന്നത്. ആക്സസ് നമുക്ക് റാമിൽ റീഡും റൈറ്റും ചെയ്യാം, റോമിൽ റീഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി, റാമിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി. അവിടെ ഏത് ലൊക്കേഷനിലും ആക്സസ് ചെയ്യാം റാമിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.